അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദ് ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. അത് നാം വാർത്തകളിൽ കണ്ടതാണ്. അതിലെന്താണ് ചർച്ച ചെയ്തത്, എന്താണ് ഈ അവസരത്തിൽ ഉസ്താദ് പോയത് എന്നതിൽ മീഡിയക്കാർ ഒരുപാട് ചർച്ചകൾ നടത്തുന്നുണ്ട്. നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിൽ അടുത്ത് വന്നതുകൊണ്ട് വളരെ പ്രാധാന്യം നൽകുന്നു എന്ന് പറഞ്ഞ് അവർ ചർച്ച നടത്തുന്നുണ്ട്. അവരെ ഒരു അവസ്ഥയാണ് അങ്ങനെ. എന്നാൽ ഉസ്താദ് എന്താണ് അവിടെ പോയി, എന്തിന്റെ ആവശ്യത്തിനാണ് ഉസ്താദ് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമാണ്. എന്താണ് ഉസ്താദ് പോയതിന്റെ കാര്യം വളരെ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് ഉസ്താദ്. അതായത് സാമൂഹിക മാനുഷിക വിദ്യാഭ്യാസ വികസന വിഷയങ്ങൾ, അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമകാര്യങ്ങളും ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സാമുദായിക നന്മകൾക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങളാണ് ഉസ്താദ് അവിടെ ചർച്ച ചെയ്തത്. വഖഫ്, SIRന്റെ ആശങ്കകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സമുദായത്തിന് നന്മയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. എന്നാൽ ഉസ്താദിന്റെ ഈ വലിയ ഒരു മനസ്സിന് പ്രധാനമന്ത്രിയും അത് ഒരു പ്രശംസനീയമായ ഒരു കാര്യമാണ് എന്ന് ഉസ്താദ് ഇത് ആദ്യമായി ഒരു പ്രധാനമന്ത്രിനെ കാണാൻ വേണ്ടി പോകുന്നതല്ല. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരെല്ലാം ഉസ്താദ് കാണുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. അങ്ങനെ വലിയ വലിയ നേതാക്കളെ, അത് മന്ത്രിമാരാവട്ടെ, പ്രധാനമന്ത്രി ആവട്ടെ, ആരാവട്ടെ, ഇന്ത്യയിലാവട്ടെ, ഇന്ത്യയുടെ പുറത്താവട്ടെ, അങ്ങനെ വലിയ വലിയ ആൾക്കാരെ കണ്ടുകൊണ്ട് സമുദായത്തിന് വേണ്ടിയുള്ള ഒരു നന്മക്ക് വേണ്ടിയിട്ടാണ് ഉസ്താദ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്ക്, ഒരുപാട് വാർത്തകൾ വന്നു. അതായത് ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ ഉസ്താദിന്റെ ഇടപെടൽ സഹായിച്ചു. അങ്ങനെ സമുദായത്തിന് വേണ്ട, അത് ഏത് മതമെന്ന് വ്യത്യാസമില്ല, ഏത് ആള് എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നന്മകൾ ചെയ്യുന്ന ഒരു ഇടപെടലാണ് ഉസ്താദിന്റെ. ഈ മീഡിയക്കാർ ചർച്ച ചെയ്യുന്നത് പോലെ നിയമസഭ ഇലക്ഷൻ വരുന്നു, അതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിഷയമാണ് എന്ന് അവർ പറഞ്ഞ് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നെങ്കിലും ഉസ്താദ് നടത്തുന്നത് ഈ സമുദായത്തിനുള്ള നന്മക്ക് വേണ്ടിയുള്ള കൂടിക്കാഴ്ചയാണ് ഉസ്താദിന്റെ നടന്നിട്ടുള്ളത്. ഇതിനു മുമ്പും ഒരുപാട് മന്ത്രിമാരുമായിട്ട് ഉസ്താദ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഉസ്താദിന്റെ മഹത്വങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല അറിയപ്പെടുന്നത്, പുറം നാടുകളിൽ പോലും വളരെ വ്യാപകമായി ഉസ്താദിനെ അറിയപ്പെടുന്നു. എന്ന് മാത്രമല്ല, പുറം നാട്ടിന്റെ പ്രധാനമന്ത്രിമാർ വരെ, അവിടുത്തെ നേതാക്കൾ വരെ ഉസ്താദിനെ അഭിനന്ദിക്കുന്നു. മാത്രമല്ല, ഇതിൻ്റെ അടുത്ത് മലേഷ്യൻ പ്രധാനമന്ത്രി ഉസ്താദിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഉസ്താദിനെ മലേഷ്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് അയക്കുകയുണ്ടായെന്നത് നമ്മൾ കണ്ടതാണ്. ഉസ്താദിനെ ബഹുമാനിക്കുകയും വളരെയധികം ഉസ്താദിനെ ആദരിക്കുകയും ചെയ്ത ഒന്ന് നാം കണ്ടതാണ്. ഉസ്താദ് എന്തിനു വേണ്ടിയാണോ ഇവിടെ ജീവിക്കുന്നത്, സ്വന്തം കുടുംബത്തിന് നോക്കാൻ വേണ്ടിയിട്ടല്ല, സമുദായിക നന്മക്ക് വേണ്ടിയിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇസ്സത്താണ് ഉസ്താദ്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇസ്സത്താണ് ഉസ്താദിന്റെ ഈ യാത്രയിൽ. അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കുന്നു. അല്ലാഹു തആലയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് അവന്റെ സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത്. അതിൽ മുന്നിൽ നിൽക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റമദാൻ വരികയാണ്. ഇൻഷാ അല്ലാഹ് റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാനും അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.